കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഈ ലോക ഹൃദയ ദിനത്തിൽ ഹൃദയത്തിൽ വ്യത്യസ്തനായ ഒരാളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുണ്ട്ര സ്വദേശിയാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. ഇത് ഹൃദയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറയുന്നു, വ്യത്യസ്തനായ ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് അരുൺ കുണ്ട്ര പെരുമ്പഴ സ്വദേശിയാണ്. അരുണാണ് ഹൃദയത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തനായ ഒരാൾ. ഹലോ അരുൺ, ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അരുണിന് ഒരു പ്രത്യേകതയുണ്ട് ഹൃദയത്തിൻ്റെ കാര്യത്തിൽ. എന്താണ് ആ പ്രത്യേകത എന്ന് പറയൂ പ്രേക്ഷകരോട്. എൻ്റെ ഹൃദയം റൈറ്റ് സൈഡാണ് ഹൃദയം. എല്ലാവർക്കും ലെഫ്റ്റ് സൈഡാണ്. എൻ്റെ ഹൃദയം റൈറ്റ് സൈഡാണ്. പിന്നെ അവയവങ്ങളെല്ലാം തിരിഞ്ഞ് ഓപ്പോസിറ്റാണ്. അത് 10 ലക്ഷത്തിൽ ഒരാളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാലും വ്യത്യസ്തനാണ്. അതെ, അരുണ് ഹൃദയത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തനാകുന്നത് എല്ലാ മനുഷ്യരുടെയും ഹൃദയം ഇടത് സൈഡിലാണ്, എന്നാൽ അരുണിന്റെ ഹൃദയം വലത് സൈഡിലാണ്. അപ്പം ഈ ലോക ഹൃദയ ദിനത്തിൽ ഹൃദയത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യസ്തനായ ഒരു ആളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതെങ്ങനെയാണ് അരുണെ കണ്ടുപിടിച്ചെത്തിയത്? ഇത് ഞാൻ പണ്ട് ഒരുപാട് നാൾ മുമ്പ് എൻ്റെ കൊച്ചുനാൾ തന്നെ എനിക്കെന്തോ നെഞ്ചുവേദന സമയത്ത് കുഴിമതിക്കാട് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ പോയ സമയത്ത് അവർ എക്സ്റേ എടുത്തപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞ് പിന്നെ ഹൃദയം എന്തോ വലത്തോട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഇനി വയറുവേദന നമ്മൾ സ്കാൻ ചെയ്തപ്പോഴാണ് അവയവങ്ങളെല്ലാം തിരിഞ്ഞിരിക്കുകയാണ്, ഹാർട്ട് റൈറ്റ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും 40 വയസ്സായി, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ 40 വയസ്സിൻ്റെ ഇടയ്ക്ക് ആ ഒരു പ്രാവശ്യം മാത്രമാണോ ഈ നെഞ്ചുവേദന വന്നത്? നെഞ്ചുവേദനയല്ല, അന്നത്തെ സമയത്ത് എന്തോ നെഞ്ചുവേദനയായിട്ട് വന്നല്ല, എന്തോ ഒരു വലത്ത് കുളിത്തപ്പെടുത്തം പോലെ വന്ന് അങ്ങനെ ചെക്ക് ചെയ്യണം. ഇന്നൊരു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ വേറെ പ്രശ്നങ്ങൾ. അത് എത്രാമത്തെ വയസ്സിലാണ് ഇത് കണ്ടെത്തുന്നത്? അത് ഞാൻ ഏകദേശം 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ. അത് കുഞ്ഞുനാൾ തൊട്ടേ അറിയാം, പക്ഷേ അത് കുഞ്ഞുനാളോട്ട് അറിയത്തില്ല. അത് അന്നൊരു സംശയം മാത്രം പറഞ്ഞു. പിന്നെ അതിനെ ചെക്കപ്പ് ഒന്നുമില്ല. അത് കറക്റ്റായിട്ട് അറിഞ്ഞത് ഞാൻ ഒരു പോളി പഠിക്കുന്ന സമയത്താണ്, ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്താണ്. അത് ഏത് വർഷമായിരിക്കും? അതൊക്കെ 2009 2008 2009 2008 കാലഘട്ടത്തിലാണ് ഈ ഹൃദയം വലത് സൈഡിലാണെന്ന് അറിയുന്നത്. ഇതറിഞ്ഞപ്പോൾ എന്തായിരുന്നു അരുണിന്റെ? അത് ആദ്യം ഒരു ചെക്ക് ചെയ്ത ഡോക്ടർ തന്നെ ഞാൻ കൊല്ലത്ത് ടോയിലോൺ സ്കാൻസിലാണെന്ന് പോയത്. നമ്മുടെ പിന്നെ കരിക്കോടുള്ള ഒരു ഡോക്ടർ ഉണ്ടെന്ന്, അസീസ് എന്നുള്ള ഡോക്ടർ. ആ ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് സ്കാൻ ചെയ്യാൻ വിട്ടത്. അന്നേരം അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ആ ഡോക്ടർ തന്നെ കുറേ നേരം എന്നെ സ്കാൻ ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞ് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഈ അസീസ് ഡോക്ടറെ കണ്ടപ്പം ആ ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഉള്ളതാണ്. കുറച്ച് പേരിലൊക്കെ ഇങ്ങനെ വരും. 10 ലക്ഷത്തിൽ ഒരാൾക്ക്, ചിലപ്പോൾ 1 ലക്ഷത്തിൽ ഒരാൾക്ക് അങ്ങനെയൊക്കെ വരും. അങ്ങനെ പിന്നെ ഞാൻ LMS ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ കണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ചെക്കപ്പ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇപ്പം 10 ലക്ഷത്തിൽ ഒരാളാണ് അരുൺ. ഈ 10 ലക്ഷത്തിൽ ഒരാളാണ് എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പിന്നെ സാധാരണ എല്ലാവർക്കും പിന്നെ ECG ഒക്കെ ഇടുമ്പോൾ എല്ലാവർക്കും തിരിച്ച് ഓപ്പോസിറ്റ് എനിക്ക് തിരിച്ച് വെക്കണം. അത് എല്ലാവർക്കും എല്ലാ ലാബിലൊന്നും അറിയത്തില്ല. അപ്പം വേറെ ഇങ്ങനെ അപൂർവമായിട്ട് ഞാൻ മിലിറ്ററിയിലാണ് പോകുന്നത്. ആശുപത്രിയിൽ ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി. പിന്നെ എൻ്റെ ഡോക്ടർ ലെവൽ ലൂക്കോസ് ഡോക്ടർ ഉണ്ട്, സാറിൻ്റെ അടുത്തൊക്കെ പോകും. ഈ ECG എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്? അന്നേരം ഇങ്ങനെ തിരിച്ച് മെഷീൻസ് എല്ലാം വെക്കുന്ന അത് ചിലടത്തൊക്കെ അറിയാൻ പറ്റും. അല്ലെ ഞാൻ ലെവൽ ലൂക്കോസ് ഡോക്ടറെ വിളിക്കും. ഇല്ലെങ്കിൽ ഞാൻ മിക്കവാറും മിലിറ്ററി പോലെ ഞാൻ പറഞ്ഞു കൊടുക്കും. പറയും അല്ലേ? അത് പറയുമ്പോൾ അവരെന്താ ആ ലാബിൽ അവരെന്താണ്? ചിലവർക്കൊന്നും അറിയാം, ചിലവർക്ക് അറിയാവുന്നവരുണ്ട്. എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന് പഴയ ആൾക്കാർക്കൊക്കെ അറിയത്തില്ല. പുതിയ വരുന്ന പിള്ളേർക്കൊക്കെ ഇപ്പം അറിയാൻ പറ്റും. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഈ ഹൃദയ ദിനത്തിൽ ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് ഹൃദയത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തനായ ഒരാളെയാണ്. അരുണാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ലോക ഹൃദയ ദിനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ഈ ഹൃദയ ദിനത്തിൽ എന്താണ് താങ്കൾക്ക്? അറിഞ്ഞ പോലുമില്ല, ഋഷി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാ പ്രേക്ഷകർക്കും ലോക ഹൃദയ ദിന ആശംസകൾ നേരുകയാണ്.